ഹായ് ഹലോ അസ്സാം വലൈക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഉമ്മാൻ്റെ ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഒരു 4-5 ഉള്ളി തിൻ സ്ലൈസാക്കി അരിഞ്ഞിട്ട് ചിക്കൻ പൊരിച്ചിട്ടുള്ള എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ചിക്കൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ ഗീയും ചേർത്തിട്ട് ഉള്ളി ഒന്ന് മുരിച്ചെടുക്കുക, ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്ക് ഇതാ ഉള്ളി നന്നായി വഴണ്ട് വന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചേർത്ത് പച്ചമണം മാറിയ സമയത്ത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഉമ്മാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളി മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതാണ്. പിന്നെ ഉള്ളി നന്നായി ട്രാൻസ്പെറൻ്റായി നന്നായി വഴണ്ടി വരണം കേട്ടോ, എന്നാലേ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചിക്കൻ പൊരിച്ചിട്ടുള്ള എണ്ണ തന്നെ യൂസ് ആക്കണം, അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതാ മസാല നന്നായി കുഴഞ്ഞു വന്ന സമയത്ത് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഫ്ലേവർ മസാലയിലോട്ട് ഇറങ്ങിപ്പോവാനാണ്. പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ നെയ്ച്ചോറ് വെക്കുന്നുണ്ട്. നെയ്ച്ചോറ് വെക്കുമ്പം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കുറച്ച് എണ്ണയും കുറച്ച് ഗീയും എടുത്തിട്ട് ഉള്ളി പൊരിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് പട്ട ഗ്രാമ്പെല്ലാം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. എന്നിട്ട് നന്നായി തിളക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ അരിയിട്ട് കൊടുക്കുക. പിന്നെ നന്നായി വെട്ടി തിളക്കുന്ന സമയത്ത് സിമ്മിലിട്ടിട്ട് നന്നായി മൂടി വെക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മളെ മസാലയും ചിക്കനും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ദമ്മിടുന്ന പോലെ ദമ്മിട്ടിട്ടുണ്ട്. താഴെ മസാലയും പിന്നെ റൈസ്, പിന്നെ മുകളിൽ വീണ്ടും മസാല, വീണ്ടും റൈസ്, മുകളിൽ പിന്നെ മല്ലിയില, മൊരിച്ച ഉള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് നന്നായി അടച്ച് വെച്ചിട്ട് ദമ്മിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.